അധികൃതർ ശ്രദ്ധിക്കുകയും വേണ്ടത്ര പരിഗണന നൽകിയാൽ ഇതിൽ വലിയ ടൂറിസ്റ്റ് സാധ്യതയുള്ള സ്ഥലമായിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. വൈകുന്നേരം ഒരു 4 മണി മുതൽ ആളുകൾ ദൂര ദിക്കുകളിൽ നിന്ന് ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു 6 മണിക്കൊക്കെ അവിടെ വീക്ഷിച്ചാൽ ഒരു 10, 200, 300-ലധികം വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്തതായി കാണാം. എലംകുളം പഞ്ചായത്തിൽ ഏറ്റവും മനോഹരമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാവുന്ന എളാട് ചെക്ക് ഡാമിന് സമീപമാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഈ എളാട് ചെക്ക് ഡാം ശരിക്കും പഞ്ചായത്ത് ഭരണസമിതി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടൂറിസ്റ്റുകൾക്ക് വരാനും അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കും, അതിനുള്ള ഫണ്ട് മാറ്റിവെക്കും, എലംകുളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റുമെന്നൊക്കെയാണ് ഭരണസമിതി പറഞ്ഞിരുന്നത്. അയൽവാസി നമുക്ക് ഇതിന് സമീപത്തുള്ള ഇദ്ദേഹമുണ്ട്. എന്താ പേര്? എൻ്റെ പേര് അബ്ദുള്ള. സ്കൂളിലെ അധ്യാപകനാണ്. അധ്യാപകനാണ്. അപ്പൊ ഇത് നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി പഞ്ചായത്തിന് വരുമാനം ഉണ്ടാക്കി മാറ്റാവുന്ന തരത്തിൽ മാറ്റിയെടുക്കാൻ പറ്റില്ല. അതെ, തീർച്ചയായും. ഇതിപ്പോ 2013 ജലവിഭവ വകുപ്പ് നിർമ്മിച്ച ഒരു ചെക്ക് ഡാമാണ്. അന്ന് ഈ പാലക്കാട് ജില്ലയിലെ 5-6 പഞ്ചായത്തുകൾക്ക് ജലലഭ്യത ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നിർമ്മിച്ചാണ്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്നിപ്പോ അത് വലിയൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ട് മാറിയിട്ടുണ്ട്. വൈകുന്നേരം ഒരു 4 മണി മുതൽ ആളുകൾ ദൂര ദിക്കുകളിൽ നിന്ന് ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു 6 മണിക്കൊക്കെ അവിടെ വീക്ഷിച്ചാൽ ഒരു 10, 200, 300-ലധികം വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്തതായി കാണാം. അപ്പൊ അത്രയും വാഹനങ്ങളിൽ വരുന്ന ആളുകളും അവരുടെ ഈ ഇതൊക്കെ പാടെ അവിടെ ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിലുള്ള വലിയൊരു പ്രതിസന്ധിയാണ് ഇവിടെ സത്യത്തിൽ ഇപ്പൊ അനുഭവപ്പെടുന്നത്. അതായത് ഈ സെക്യൂരിറ്റി പ്രശ്നം, സംരക്ഷണം ഇല്ലാത്ത ഒരവസ്ഥ. ഇപ്പോൾ പഞ്ചായത്തുകൾ ഇതിന്റെ ചുമതല വഹിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതുവരെയും അധികൃതരുടെ ഭാഗത്തു നിന്ന് വ്യക്തമായ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രയാസമേറിയ ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ ഇവിടെ ഏത് സമയവും അപകടത്തിനുള്ള സാധ്യത ഏറെയാണ്. ഇപ്പോൾ ഏകദേശം ഒരു മാസം മുമ്പാണ് ഒരു ചെറുപ്പക്കാരൻ ഇവിടെ മുങ്ങി മരിച്ചത്. തൊട്ടപ്പുറത്ത് കുറച്ച് കൊല്ലങ്ങൾക്കുള്ളിൽ തന്നെ 10-ലധികം ആളുകൾ ഇവിടെ മുങ്ങി മരണപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ദുരന്തപൂർണമായ ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഈ സ്ഥലത്ത് അധികൃതർ ശ്രദ്ധിക്കുകയും വേണ്ടത്ര പരിഗണന നൽകിയാൽ ഇതിൽ വലിയ ടൂറിസ്റ്റ് സാധ്യതയുള്ള സ്ഥലമായിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. അതിന് എന്തൊക്കെ സൗകര്യങ്ങൾ ഒരുക്കണമെന്നാണ് ഇവിടെ പ്രാഥമികമായിട്ട് ഞങ്ങൾക്ക് ഇപ്പൊ പറയാനുള്ളത്, ഇപ്പൊ ഇതിലേക്ക് വരുന്ന ഒരു വഴിയുണ്ട്, വളരെ നേർത്തൊരു വഴിയാണ്. അതിന്റെ താഴേക്ക് 20 അടിയിലധികം താഴ്ചയുള്ളത്. അപ്പോൾ ഇത് ശ്രദ്ധിച്ചു വരുന്ന കുട്ടികളും മുതിർന്നവരൊക്കെ അഥവാ വെച്ച് അവരൊന്ന് തെറ്റി വീണ് കഴിഞ്ഞാൽ അവര് അത്രയും താഴ്ചയിലേക്ക് വീണാലുണ്ടാകുന്ന അപകടം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഇവിടെ കുട്ടികൾ നീന്തൽ അറിയുന്നവരും അറിയാത്തവരും പിന്നെ വെള്ളത്തിലേക്ക് ചാടി അവരുടെ സാഹസ പ്രകടനം കാഴ്ചവെക്കുന്നു. ഈ സമയത്താണ് പലപ്പോഴും അവർ ക്ഷീണിച്ച് വെള്ളത്തിൽ താഴ്ന്നു പോയാൽ 15 അടി 20 അടി താഴ്ചയിലൊക്കെയാണ് ഈ ബണ്ടിന്റെ അകത്തുള്ള ആഴം എന്ന് പറയുന്നത്. അപ്പൊ ഒരിക്കലും അവർക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യം അവിടെ ഉണ്ടാകണം. അപ്പൊ ഒരു സെക്യൂരിറ്റീനെ ഇവിടെ നമ്മൾ നിർത്തുകയാണെങ്കിൽ ആ സെക്യൂരിറ്റിയുടെ നിർദ്ദേശം അനുസരിച്ച് കുട്ടികളെ മാനേജ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഇറങ്ങുന്ന ആളുകൾക്ക് ലൈഫ് ജാക്കറ്റ് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ സുരക്ഷിതമായ സംവിധാനത്തിലോടുകൂടി അവർക്ക് ഇത് ആസ്വദിക്കാനും അനുഭവിക്കാനും കഴിയും. അതേപോലെ നേരത്തെ ഞാൻ ഈ പറഞ്ഞ ഈ വഴിയിൽ ഒരു കൈവരി നിർമ്മിക്കുകയാണെങ്കിൽ അവിടുന്ന് വീണിട്ടുള്ള അപകടം ഒഴിവാക്കാനും പറ്റും. ഇങ്ങനെ പ്രാഥമികമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യേണ്ടതുണ്ട് എന്നാണ് നാട്ടുകാരുടെ മൊത്തത്തിലുള്ള ഒരു നിരീക്ഷണം. ഇവിടെ ഇപ്പോ ചെറിയ ബോട്ട് സർവീസ് ഒക്കെ ആരംഭിച്ചാൽ കുറച്ചുകൂടി കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്നുണ്ടോ? ഏറെ സാധ്യതകളാണ്. ഞങ്ങൾ പിന്നെ ആ ഭാഗം കൂടുതൽ പിന്നെ വിശദീകരിച്ച് പറയാൻ വിചാരിക്കുന്നില്ല. അപ്പൊ എന്താ വെച്ചാൽ അതൊരു വലിയ സാധ്യതയാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഒരുപക്ഷെ സമീപ പ്രദേശങ്ങളിലൊന്നും കാണാത്ത വിധത്തിലുള്ള ഒരു ടൂറിസ്റ്റ് വളരെ തികച്ചും അനുകൂലമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. അതായത് ഏകദേശം ഒരു 2 കിലോമീറ്റർ സ്ഥലത്ത് ഈ വിശാലമായ ജലാശയം പരന്നു കിടക്കുകയാണ്. അപ്പൊ ഇതിന്റെ 2 കരകളിലും എന്ന് പറഞ്ഞാൽ നല്ല വ്യൂകളാണ്. അതായത് പിന്നെ ഈ കാലങ്ങളായിട്ട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ ആനക്കാട് എന്ന് പറയുന്ന പ്രദേശം, അവിടെ ഒരുപാട് കാഴ്ചകൾ കാണണം. അത് ഒരു ബോട്ട് സർവീസിലൂടെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആസ്വാദ്യം എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും.
അപ്പൊ അങ്ങനെ ഗവൺമെന്റ് ഇടപെട്ടാൽ തന്നെ ഗവൺമെന്റിന് വലിയ വരുമാനം ഉണ്ടാക്കാവുന്ന, എന്നാൽ വരുന്ന ആളുകൾക്ക് ആസ്വാദകരമാകുന്ന വിധത്തിലുള്ള ഒരു ടൂറിസ്റ്റ് സംരംഭമായിട്ട് ഈ പ്രദേശത്തെ, ഈ സ്ഥലത്തെ മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഇതിപ്പോ സംസ്ഥാന സർക്കാർ ടൂറിസം വകുപ്പ് ഏറ്റെടുത്ത് ഇവിടെ ഒരു താങ്കൾ പറഞ്ഞ പോലെയുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ ആവശ്യത്തിന് വഴി, പിന്നെ സെക്യൂരിറ്റി, ഒരു ചെറിയ ബോട്ട് സർവീസ് തുടങ്ങിയ ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഒരുക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ ഏലംകുളം പഞ്ചായത്തിന്റെ തന്നെ ഒരു വരുമാന മാർഗമെന്നല്ല, ടൂറിസം വകുപ്പിനും അതനുസരിച്ച് വരുമാനം കിട്ടും. ഒരുപക്ഷെ ഒരുപാട് ടൂറിസ്റ്റുകൾ, ഇവിടേക്ക് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നതോടുകൂടി ഒരുപക്ഷെ ഈ മേഖലയ്ക്ക് തന്നെ ഒരു വികസനം ഉണ്ടാകാൻ, ഈ മേഖല ഒന്ന് ഉണർന്നെണീക്കാനും വികസനത്തിനും ഉപകാരപ്പെടുമെന്നാണ് തോന്നുന്നത്. അങ്ങനെ തോന്നുന്നില്ല താങ്കൾ? തീർച്ചയായിട്ടും. പക്ഷെ അതിലുള്ള ഒരു പരിമിതി ഇപ്പൊ നമ്മൾ മനസ്സിലാക്കണം എന്താ വെച്ചാല്, പിന്നെ ഈ പുഴയുടെ ഒരു പിന്നെ ഭരണം എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയുടെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ കാര്യമായിട്ട് ഇതിൽ ഇടപെടുന്നത് പാലക്കാട് ജില്ലാ പഞ്ചായത്തും അല്ലെങ്കിൽ പുൽക്കല്ലൂർ പഞ്ചായത്തും ഒറ്റപ്പാലം ഈ ഭാഗത്തുള്ള ഭരണകൂടമാണ്. അപ്പൊ അങ്ങനെ ചെറിയൊരു ഭരണ അല്ലെങ്കിൽ എന്താ പറയാ, അതിന്റെ ഒരു ഗവേണിംഗ് പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. അവിടെയാണ് അതിന്റെ ഒരു പ്രശ്നമുള്ളത്. അപ്പോൾ പാലക്കാട് ജില്ലയും മലപ്പുറം ജില്ലയും കൂടി സംയുക്തമായിട്ട് ഇതിലൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ വളരെ ഒക്കെ കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള തന്നെയാണല്ലോ. അപ്പൊ ആ നിലക്ക് ഇതിനെ ഒരു സംയുക്ത സംരംഭമായിട്ട് കൊണ്ടുപോകാനും സാധ്യതകളെ ഉപയോഗപ്പെടുത്താനും കഴിയുമെന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇതിൽ പറയാനുള്ളത്. ഇപ്പോ ഏലംകുളം പഞ്ചായത്തിലെ ഭരണസമിതി പറഞ്ഞത് ഇവിടെ ടൂറിസ്റ്റ് കേന്ദ്രം പഞ്ചായത്തിലെ ഏറ്റവും പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായി വികസിപ്പിക്കുന്നു എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അത് മലപ്പുറം ജില്ലയിലെ ഒരു പഞ്ചായത്താണ്. എന്നാലും അപ്പൊ എങ്ങനെയാ അവർക്ക് ഇത് സാധിക്കുക? ഇതിന്റെ സാധ്യത ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ വിശാലമാണ്. കാരണം ഈ വരുന്ന വഴിക്ക് തന്നെ വിശാലമായ ഒരുപാട് ഏരിയ ഉണ്ട്. പാർക്കിങ്ങിന് വേണ്ടി ഒരു സ്ഥലം ഉപയോഗപ്പെടുത്തുകയും മറ്റത് ഒരു കുട്ടികൾക്കുള്ള ചെറിയൊരു പാർക്കായിട്ട്, ഒരു ചിൽഡ്രൻ പാർക്കായിട്ട് അവിടെ ഉപയോഗിക്കാവുന്ന, അതുപോലെ തന്നെ വരുന്ന പ്രായം ചെന്ന ആളുകൾക്ക്, സ്ത്രീകൾക്കൊക്കെ റെസ്റ്റ് എടുക്കാൻ പറ്റിയ ഒരു വിശ്രമ കേന്ദ്രം, അവർക്ക് കുറച്ച് സീറ്റിംഗ് അറേഞ്ച്മെന്റുകളൊക്കെ അവിടെ ചെയ്തു വെച്ചാൽ ഈ വരുന്ന ആളുകൾക്കൊക്കെ ഇതൊന്ന് ആസ്വദിച്ചും അനുഭവിച്ചും ഈ വന്നു പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതിന് പറ്റിയ ഒരുപാട് സ്ഥലം ഇവിടെ ഉണ്ട്, സർക്കാരിന്റെ തന്നെ സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഉപയോഗപ്പെടുത്തിയാൽ കേവലം എല്ലാവരും വെള്ളത്തിൽ ചാടുക അല്ലെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങില്ലല്ലോ. അപ്പൊ അവരുടെ കൂടെ വന്ന മുതിർന്നവർക്കും അത് ആ സമയം സ്പെൻഡ് ചെയ്യാനുള്ള സാഹചര്യം അവിടെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. എളാട് ചെക്ക് ഡാം നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നാണ് സമീപവാസിയായ ഒരു അധ്യാപകൻ പറഞ്ഞത്. അതുപോലെ നാട്ടുകാരിൽ പലരും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഇവിടെ അപകട സാധ്യതയുണ്ട്. അപകട സാധ്യത അറിയാതെ വന്ന് അപകടത്തിൽപ്പെടുന്നവരുണ്ട്. പിന്നെ അറിഞ്ഞുകൊണ്ട് നീന്തൽ അറിയാവുന്നവർ പോലും അപകടത്തിൽപ്പെടാവുന്ന തരത്തിലുള്ള ഈ നദിയിൽ, വെള്ളത്തിൽ വലിയ ആഴമൊക്കെ ഉണ്ട്. നേരത്തെ മണലെടുത്ത് അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്, ഇവിടെ സ്ത്രീകൾ, കുട്ടികൾ അടക്കമുള്ള ആളുകൾ ഈ അപ്പുറത്ത് കാണുന്ന ചെറിയ പാറയിലൊക്കെ പോയി, ഒരു സാഹസികതയാണല്ലോ, പാറ വരെ നീന്തി അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു സാഹസികത. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അപകടത്തിന് സാധ്യത കൂടുതലാണ്. അപ്പോൾ ഒരു സെക്യൂരിറ്റി നിയമിക്കുക, പിന്നെ വഴി സൗകര്യം ഒന്ന് ഒരുക്കുക, പിന്നെ ഒരു ചെറിയൊരു സുരക്ഷാ വേലിയൊക്കെ കിട്ടിയില്ലെങ്കിൽ വീണ്ടും ഈ താഴേക്ക് ആരെങ്കിലും നടന്നു വരുന്നവർ വീഴാൻ സാധ്യത ഉണ്ടെന്നാണ് ഇപ്പോൾ സമീപവാസി തന്നെ നമ്മളോട് പറയുന്നത്. പിന്നെ പ്രത്യേകിച്ച് ചെയ്യേണ്ട വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ, പെഡൽ ബോട്ട്, ചെറിയ ബോട്ട് സർവീസ് ഒക്കെ തുടങ്ങാം. ഒരുപാട് ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ പറ്റും. അപ്പോൾ സംസ്ഥാന ടൂറിസം വകുപ്പ്, അതുപോലെ തന്നെ പഞ്ചായത്ത്, ഇപ്പോൾ പാലക്കാട് ജില്ലാ ഭരണകൂടവും മലപ്പുറം ജില്ലാ ഭരണകൂടവും ഒക്കെ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ചാൽ ഈ വളരെ മനോഹരമായ, ഒരുപക്ഷെ ഈ മേഖലയിലെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി എളാട് ചെക്ക് ഡാം മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. പൊതുവെ ഉള്ള ഒരു വിലയിരുത്തലും അങ്ങനെയാണ്. അപ്പോൾ ഇത്രയും പെട്ടെന്ന് അടിയന്തരമായി പഞ്ചായത്ത് ഭരണസമിതിയും അതുകൂടാതെ മറ്റുള്ള ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് തുടങ്ങിയ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് എളാട് ചെക്ക് ഡാമിനെ നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രം, സുരക്ഷിതമായ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റണമെന്നാണ് പൊതുവെയുള്ള എല്ലാവരുടെയും അഭ്യർത്ഥന. നാട്ടുകാരുടെ അഭ്യർത്ഥന അങ്ങനെയാണ്. അപ്പോൾ വിശ്രമിക്കാനുള്ള സ്ഥലം, പിന്നെ ടോയ്ലറ്റ് കോംപ്ലക്സ്, ഇങ്ങനെയുള്ള എത്രയും പെട്ടെന്ന് നടപ്പാക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നാട്ടിൽ ഇത്രയും മനോഹരമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം ആക്കി മാറ്റാവുന്ന ഒരു സ്ഥലം ഉണ്ടായിട്ട് അത് പിന്നീടാകാമെന്ന് തീരുമാനിക്കുന്ന തരത്തിൽ പോയി കഴിഞ്ഞാൽ ഓരോ അപകടങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ അത് ഇനി പിന്നെ നോക്കാമെന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഇപ്പോഴേ അത് സുരക്ഷിതമാക്കണമെന്നും കൂടി അധ്യാപകൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതായാലും അധികൃതരുടെ ഭാഗത്ത് നിന്ന് സത്വരമായ അടിയന്തരമായ ഇടപെടലും നടപടി ഉണ്ടാകുമെന്ന ആണ് എല്ലാവരുടെയും പ്രതീക്ഷ. എത്രയും പെട്ടെന്ന് അങ്ങനെയൊക്കെ ഉണ്ടാവട്ടെ, അങ്ങനെയൊക്കെ സംഭവിക്കട്ടെ എന്നാണ് ചാനൽ 10 പറയാനുള്ളത്. ക്യാമറമാൻ ഷനു അരീക്കോടിനൊപ്പം ജബ്ബാർ വേണാട്, ചാനൽ 10, പെരിന്തൽമണ്ണ.
സാർ എന്താണ് ഈ പറയുന്നത്? പതിവ് പോലെ ഇന്നും പോയി സാറിന്റെ ശബ്ദം. സാർ ആശുപത്രി വരെ തൊണ്ട ഒന്ന് ശരിയാക്കിട്ട് പോ, എന്നിട്ട് പോരെ തൊണ്ടി മുതൽ. ശബ്ദം തിരിച്ചു പിടിക്കാം, ഒപ്പം ആത്മവിശ്വാസവും. അസന്റ് ENT ഹോസ്പിറ്റൽ.